ജയിലുകൾ നവീകരിച്ച വൈസ്രോയി. ജയിലുകൾ നവീകരിച്ച വൈസ്രോയി. അപ്പോ ആരാണ്? മേയോ പ്രഭുവാണ്. ആരാണ്? മേയോ പ്രഭുവാണ്. അതുപോലെ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതുകൂടി കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. കേരള ജയിൽ വകുപ്പിന്റെ തലവനാര്? കേരള ജയിൽ വകുപ്പിന്റെ തലവൻ ആരെന്ന് ചോദിച്ചാല് ഉത്തരം ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. ഏതാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്ന വർഷം എന്നാ വരുന്നത്? 2010 ആണ്. ഓപ്ഷൻ സി 2010 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിൽ ആദ്യമായി ബോർസൽ സ്കൂൾ സ്ഥാപിതമായത് എവിടെ? ചോദ്യം ശ്രദ്ധിക്കണേ. കേരളത്തിൽ ആദ്യമായി ബോർസൽ സ്കൂള് സ്ഥാപിതമായത് എവിടെ എന്ന് ചോദിച്ചാല് ഉത്തരം കണ്ണൂരാണ്. എവിടെയാണ്? കണ്ണൂരാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ സബ് ജയിലുകളുടെ എണ്ണം, കേരളത്തിലെ സബ് ജയിലുകളുടെ എണ്ണം എത്രയാണ്? 16 ആണ്. എത്രയാണ്? 16. അടുത്ത ചോദ്യം. കേരളത്തിലെ ജില്ലാ ജയിലുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ജില്ലാ ജയിലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാല് 14 എന്നും പറഞ്ഞിരിക്കരുത്. എത്രയാണ്? 13 ആണ്. എവിടെയാണ്? എത്രയാണ്? 13 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ജില്ലാ ജയിൽ ഇല്ലാത്ത കേരളത്തിലെ ജില്ല. ഓക്കെ, അപ്പൊ അത് എവിടെയാണ്? അത് മലപ്പുറം ആണ് കേട്ടോ. എവിടെയാണ്? മലപ്പുറം. ഓക്കെ, അടുത്ത ചോദ്യം. 1836 തിരുവിതാംകൂറിൽ കാനേശുമാരി കണക്കെടുപ്പ് നടക്കുമ്പോൾ രാജാവാര്? അല്ലെ, 1836 തിരുവിതാംകൂറില് കാനേശുമാരി കണക്കെടുപ്പ് നടക്കുമ്പോൾ രാജാവ് ആരെന്ന് ചോദിച്ചാല് ഉത്തരം ആരാണ്? സാധു തിരുനാളാണ്. ആരാണ്? സാധു തിരുനാൾ. മറക്കല്ലും കാനേശുമാരി. ഓക്കെ, അടുത്ത ചോദ്യം. തിരുകൊച്ചി സംയോജനത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാവിന് ലഭിച്ച സ്ഥാനപ്പേര്? തിരുകൊച്ചി സംയോജനത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാവിന് ലഭിച്ച സ്ഥാനപ്പേര്? ഉത്തരം രാജപ്രമുഖൻ. ഏതാണ്? ഓപ്ഷൻ സി രാജപ്രമുഖൻ. അടുത്ത ചോദ്യം. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യകാല നാമം? പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യകാല നാമം ചോദിച്ചാല് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഏതാ? ശങ്കരൻ. ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ. എങ്ങനെയാണ്? ശങ്കരൻ. അടുത്ത ചോദ്യം. കേരള നെഹ്റു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? കേരള നെഹ്റു എങ്ങനെ അറിയപ്പെടുന്ന? കേരള നെഹ്റു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാല് ഉത്തരം ആരാണ്? കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ്. ആരാണ്? കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തെ നീചഭരണം. എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഭരണത്തെ നീചഭരണം, അതുപോലെ രാജഭരണത്തെ അനന്തപുരിയിലെ നീചഭരണം എന്നും വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ പാസാക്കിയ ഭരണഘടനാ അനുച്ഛേദമേത്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ പാസാക്കിയ ഭരണഘടനാ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അനുച്ഛേദം 17. ഏതാണ്? അനുച്ഛേദം 17. മറക്കല്ലേ, മഹാത്മാഗാന്ധി കി ജയ്. ഏതാണ്? അനുച്ഛേദം 17. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ അനുച്ഛേദം 32ന്റെ വിഷയം? ഭരണഘടനയുടെ അനുച്ഛേദം 32ന്റെ വിഷയം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എങ്ങനെയാ? സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത ചോദ്യം. ഈർപ്പമില്ലാത്ത കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ലഭിക്കുന്നത്? ഈർപ്പമില്ലാത്ത കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ലഭിക്കുന്നത് ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ. ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, അടുത്ത ചോദ്യം. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത്? സ്മെല്ലിംഗ് സാൾട്ട്. എങ്ങനെ? സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? അമോണിയം കാർബണേറ്റ്. ഏതാണ്? അമോണിയം കാർബണേറ്റ്. അടുത്ത ചോദ്യം. ക്ലാവ് രാസപരമായി ഏത് പദാർത്ഥമാണ്? ക്ലാവ് രാസപരമായി ഏത് പദാർത്ഥമാണ്? അല്ലെ,
അപ്പൊ ഏതാണ് ഉത്തരം? ബേസിക് കോപ്പർ കാർബണേറ്റ്. ഏതാണ്? ബേസിക് കോപ്പർ കാർബണേറ്റ്. അടുത്ത ചോദ്യം, ആദ്യ കൃത്രിമ ചായം നിർമ്മിച്ച ശാസ്ത്രജ്ഞനാര്? ആദ്യ കൃത്രിമ ചായം നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? വില്യം ഹെൻറി പെർക്കിൻ. ആരാണ്? വില്യം ഹെൻറി പെർക്കിൻ. അടുത്ത ചോദ്യം, ചെമ്പുപാത്രങ്ങളുടെ അടിയിൽ കാണുന്ന കറുത്ത പദാർത്ഥം. ചെമ്പുപാത്രങ്ങളുടെ അടിയിൽ കാണുന്ന കറുത്ത പദാർത്ഥം ഏതാണത്? കോപ്പർ ഓക്സൈഡ്. ഏതാണ്? കോപ്പർ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഇടിമിന്നൽ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ഏത്? ഇടിമിന്നൽ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ഏതെന്ന് ചോദിച്ചാല് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നൈട്രിക് ഓക്സൈഡ്. ഏതാണ്? നൈട്രിക് ഓക്സൈഡ്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറപ്പെടുന്ന അർബുദകാരിയായ വാതകം ഇല്ലേ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറപ്പെടുന്ന അർബുദകാരി ഇല്ലേ? അപ്പൊ ഏതാണ് ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത്? ഡയോക്സിൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി, ഡയോക്സിൻ. അടുത്ത ചോദ്യം, നൈലോൺ ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. നൈലോൺ ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വാലസ് എച്ച് കാരാത്തേഴ്സ്. ആരാണ്? വാലസ് എച്ച് കാരാത്തേഴ്സ്. അടുത്ത ചോദ്യം, നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ആവരണമായി ഉപയോഗിക്കുന്ന പോളിമർ. നോൺ സ്റ്റിക്ക് മറക്കല്ലേ, നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ആവരണമായി ഉപയോഗിക്കുന്ന പോളിമർ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഏതാണ് ഉത്തരം? അത് ടെഫ്ലോൺ ആണ്. ഏതാണ്? ഓപ്ഷൻ സി, ടെഫ്ലോൺ. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് കവറുകളിൽ പ്രിന്റ് ചെയ്യുന്ന, ശ്രദ്ധിക്കണേ, പ്ലാസ്റ്റിക് കവറുകളിൽ പ്രിന്റ് ചെയ്യുന്ന മൈക്രോൺ എന്തിനെ സൂചിപ്പിക്കുന്നു അല്ലെ? അപ്പൊ എന്തിനാണ്? കനം. ഏതാണ്? കനം. അടുത്ത ചോദ്യം, സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന കാൽസ്യം സംയുക്തം ഏത്? സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന കാൽസ്യം സംയുക്തം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ജിപ്സം ആണ്. ഏതാണ്? ജിപ്സം. അടുത്ത ചോദ്യം, ഗ്രാമ്പുവിന്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഗ്രാമ്പുവിന്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മഡഗാസ്കർ. ഏതാണ്? ഓപ്ഷൻ ബി, മഡഗാസ്കർ. എങ്ങനെയാണ് ഗ്രാമ്പുവിന്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം? ഏതാണ്? മഡഗാസ്കർ. അടുത്ത ചോദ്യം, മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏത്? മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാല് ഉത്തരം ഏതാണ്? തോറിയം ആണ്. ഏതാണ്? തോറിയം. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ലഘുവായ മൂലകം ഏത്? ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ലഘുവായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹീലിയം ആണ്. ഏതാണ്? ഹീലിയം. അടുത്ത ചോദ്യം, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏത്? ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയ ശിലകളാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ആഗ്നേയ ശിലകൾ. എങ്ങനെ ചോദ്യം? ശിലകളുടെ മാതാവ് അല്ലെ? ഏതാണ് ഉത്തരം? ആഗ്നേയ ശിലകൾ. അടുത്ത ചോദ്യം, സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏത്? സൂര്യനില് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മ. ഓപ്ഷൻ ഡി, പ്ലാസ്മ. അടുത്ത ചോദ്യം, ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ട ചുരം ഏത്? ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ഏതാണ്? ബോലാൻ ചുരമാണ്. ഏതാണ്? ബോലാൻ ചുരം. അടുത്ത ചോദ്യം, ആകാശ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാര്? ആകാശ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റായിലി പ്രഭു. ആരാണ്? റായിലി പ്രഭു. അടുത്ത ചോദ്യം, മഹാസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മഹാസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോർജ് ഗാമോവ്. ആരാണ്? ജോർജ് ഗാമോവ്. അടുത്ത ചോദ്യം, ദേവകിക്കുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് എന്ന പ്രശ്നത്തെ ആസ്പദമാക്കിയുണ്ടായ നാടകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോ ദേവകിക്കുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് ഏതാണ്? കന്യക. ഏതാണ്? കന്യക. മറക്കല്ലേ. അടുത്ത ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? അവസാനിക്കുക. ഏതാണ്? അവസാനിക്കുക. എന്തുവാ? ധനാശി പാടുക. മറക്കല്ലേ. ഏതാ? അവസാനിക്കുക. അടുത്ത ചോദ്യം, കാട്ടാളത്വം എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കാട്ടാളത്വം എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഏതാണ്? തദ്ധിതം. ഏതാണ്? തദ്ധിതം. അടുത്ത ചോദ്യം, കത്തുന്ന തലയണ ആരുടെ കഥയാണ്? കത്തുന്ന തലയണ ആരുടെ കഥയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്?
ഓപ്ഷൻ ബി ശിഹാബുദ്ദീൻ. ആരുടെയാണ്? ശിഹാബുദ്ദീൻ. അടുത്ത ചോദ്യം, കുറു എന്ന പദം കുൻഡു എന്നാകുന്നത് ഏത് നയമനുസരിച്ചാണ്? കുറു എന്ന പദം കുൻഡു എന്നാകുന്നത് ഏത് നയമനുസരിച്ചാണ് എന്ന് ചോദിച്ചാല് അനുനാസിക സംസർഗം. ഏതാണ്? അനുനാസിക സംസർഗം. അടുത്ത ചോദ്യം, മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യൻ എന്ന കവിയെ നിർവചിച്ചത് ആര്? എങ്ങനെയാ? മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യൻ എന്ന കവിയെ നിർവചിച്ചത് ആരെന്ന് ചോദിച്ചാല് ആരാണ്? വേർഡ്സ്വർത്ത്. ആരാണ്? വേർഡ്സ്വർത്ത് ആണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് തീയതിയാണ്? തിരുവിതാംകൂർ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് തീയതിയാണെന്ന് ചോദിച്ചാല് എല്ലാം മാർച്ച് 12 അല്ലേ? അപ്പൊ എന്നാണ്? 943 മാർച്ച് 12 കേട്ടോ. അടുത്ത ചോദ്യം, ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ചോദ്യം എങ്ങനെയാണ്? ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ദാമോദർ. ഏതാണ്? ദാമോദർ. അടുത്ത ചോദ്യം, ആറ്റങ്ങളെ കുറിച്ച് ആദ്യമായി സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാര്? ആറ്റങ്ങളെ കുറിച്ച് ആദ്യമായി സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാല് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. ചോദ്യം മറക്കല്ലും. ആറ്റങ്ങളെ കുറിച്ച് ആദ്യമായി സിദ്ധാന്തം ആരാണ്? ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യം, സൗരനഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? സൗരനഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അത് അമൃതസർ ആണ്. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? സൗരനഗരം. എന്തിനെ? അമൃതസർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ആലം ആര. ഏതാണ്? ആലം ആര. അടുത്ത ചോദ്യം, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാര്? എങ്ങനെയാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാരെന്ന് ചോദിച്ചാല് PT ഉഷ. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? പയ്യോളി എക്സ്പ്രസ്. ആരെയാണ്? PT ഉഷ. അടുത്ത ചോദ്യം, പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? എങ്ങനെയാണ്? പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാല് ഉത്തരം ഏതാണ്? അത് കൃഷ്ണ നദിയാണ്. ഏതാണ്? കൃഷ്ണ. അടുത്ത ചോദ്യം, രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലെ ഇടവേള എത്ര? രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലെ ഇടവേള എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ് ഉത്തരമായിട്ട് വരുന്നത്? അത് 12 മണിക്കൂർ 25 മിനിറ്റ്. മറക്കല്ലേ. രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലെ ഇടവേള ചോദിച്ചാൽ 12 മണിക്കൂർ 25 മിനിറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏത്? കേരളത്തിലെ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. ഏതാണ്? കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന GDP ഉള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന GDP ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഓക്കെ.